Hi my dear students, welcome back. This is Faushiba again with the continuation of Hicksian decomposition of price effect into income effect and substitution effect. Last class നമ്മൾ ഇതേ കോൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് പ്രൈസ് ഇഫക്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഒറ്റ വീഡിയോയിൽ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീഡിയോ ആവും, അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, അത് MB കൂടുതലായാൽ ബഫറിങ് ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് വീഡിയോ ആക്കി ചെയ്യുന്നത്. സോ പ്രൈസ് ഇഫക്റ്റ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. പ്രൈസ് ഇഫക്റ്റ് ബിക്കോസ് ഓഫ് that means because of price effect the real income increases. That means the purchasing capacity of the consumer increases, so the consumer can buy more quantity of apple with the same income. Okay, അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ പോവാം. ഈ പ്രൈസ് ഇഫക്റ്റ് ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നമ്മൾ 2 കിലോ ആപ്പിൾ മേടിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു IC1-ൽ. ദെൻ പ്രൈസ് കുറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ ആപ്പിൾ മേടിച്ചു. ഓക്കെ, ബട്ട് ഇറ്റ്സ് എൻ നോർമൽ ഗുഡ് ആക്ച്വലി. ഇത് 500 രൂപ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അതാണ് AB. ദെൻ അതിൻ്റെ വില ഞാൻ 200 റുപ്പീസ് ആപ്പിളിനും 300 റുപ്പീസ് ഓറഞ്ചിനുമായിട്ട് മാറ്റി വെച്ച് ഹാപ്പിയായി ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആപ്പിളിൻ്റെ വില കുറഞ്ഞപ്പോൾ ഞാൻ 2 കിലോ വാങ്ങിക്കൊണ്ടിരുന്നതിന് പകരം 4 കിലോ വാങ്ങി ഉപയോഗിച്ചു. ഞാൻ ഹാപ്പിയാണ്, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. ബട്ട് ഹിക്സിയൻ ചോദിക്കുന്നു, എന്തിനാണ് ഒരു പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ നോർമൽ ഗുഡ് കൂടുതൽ വാങ്ങുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ മുന്നേ കിട്ടിയിരുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ പോരെ നമ്മൾക്ക്? പകരം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ വില 500 രൂപ എന്നുള്ളത് 100 രൂപ ആയിരുന്ന ആപ്പിളിൻ്റെ വില 50 രൂപയായി കുറഞ്ഞപ്പോൾ എനിക്ക് ഒരു 100 രൂപ ആക്ച്വലി ലാഭമല്ലേ കിട്ടിയിരുന്നത്? അല്ലേ, ലാഭമല്ല. 500 രൂപയിൽ നിന്നും എൻ്റെ ചിലവ് എനിക്ക് 400 ആക്കി കുറച്ചൂടെ? എന്തിനാണ് ചുമ്മാ 100 രൂപ 500 തന്നെ വാശി പിടിച്ച് ചിലവാക്കേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യാം, മുന്നേ ഉണ്ടായിരുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചെയ്യും. എന്നാൽ എനിക്ക് ആദ്യം എത്രയാണ് ഞാൻ കൺസ്യൂം ചെയ്തിരുന്നത്? 2 kgs ഓഫ് ആപ്പിളാണ്, അത് മതി. അങ്ങനെയാണെങ്കിൽ ഈ മാറിയ വിലയിൽ 100 രൂപയിൽ നിന്നും 50 രൂപയായി കുറഞ്ഞ മാറിയ വിലയിൽ എനിക്ക് 100 രൂപ, അതായത് 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 kgക്ക് മുന്നേ കൊടുത്തിരുന്ന 200 ആയിരുന്നു. ഇപ്പം 50 രൂപ ആയപ്പോൾ ഇപ്പം എത്ര രൂപ കൊടുത്താൽ മതി? വെറും 100 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ കോസ്റ്റ് 400 രൂപയായി കുറയില്ലേ? ചുമ്മാ എന്തിനാണ് വെറുതെ 500 തന്നെ സ്പെൻഡ് ചെയ്യുന്നത്? ആ 100 രൂപ എനിക്കൊരു സേവ്ഡ് ഇൻകമായി ഉപയോഗിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ 100 രൂപ കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. എനിക്ക് മുന്നേ കിട്ടിയിരുന്ന സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ബഡ്ജറ്റ് ലൈൻ AB ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ബഡ്ജറ്റ് ലൈൻ. പിന്നീട് ഞാൻ AC ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഷിഫ്റ്റ്, മുന്നുണ്ടായിരുന്ന 500 രൂപയേക്കാൾ കുറഞ്ഞ ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചാൽ പോരെ എനിക്ക്? അല്ലേ? അപ്പോൾ സേവ്ഡ് ഇൻകമായിട്ട് 100 രൂപ എനിക്ക് സേവ് ചെയ്യുകയും ചെയ്തുകൂടെ? മുന്നേ കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷനും കിട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. AC ആയിരുന്നു കുറഞ്ഞപ്പോൾ മുന്നേ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നിരുന്നത്. അതിന് പാരലൽ ആയിട്ട് A1C1 എന്ന് പറയുന്ന പുതിയ ഒരു പാരലൽ ബഡ്ജറ്റ് ലൈൻ, ആദ്യത്തെ ബഡ്ജറ്റ് ലൈനിന് പാരലൽ ആയിട്ട് ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. ബഡ്ജറ്റ് ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? മുകളിലേക്ക് പോകും തോറും ബഡ്ജറ്റ് ലൈനിൻ്റെ കോസ്റ്റ് കൂടും, താഴോട്ട് വരും തോറും കോസ്റ്റ് കുറയുകയാണല്ലോ ചെയ്യുന്നത്, അല്ലേ? താഴോട്ട് വരുംതോറും കോസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറഞ്ഞ കോസ്റ്റ് ഉപയോഗിച്ചാൽ പോരെ? ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന 500 വേണ്ട, പകരം എന്ത് ചെയ്തു? 400-ന് ഞാൻ വേറൊരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. ആ ബഡ്ജറ്റ് ലൈൻ വരച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന സാറ്റിസ്ഫാക്ഷനായ IC കർവിലേക്ക് തന്നെ, മുന്നുണ്ടായിരുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്ന IC കർവ് IC1-ലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു. നോക്കി നോക്കൂ,
A1C1 ടാൻജൻ്റ് ആയിട്ടുള്ളത് IC1 അല്ലേ? അതിനർത്ഥം എന്താ? എനിക്ക് മുന്നുണ്ടായിരുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ചെയ്യും. വേണമെങ്കിൽ ഞാനിപ്പോൾ 400ൻ്റെ കണക്കൊക്കെ പറഞ്ഞല്ലോ, വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ദേ ആദ്യം ഉപയോഗിച്ചിരുന്ന OY ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ചിനെ വേണമെങ്കിൽ കുറച്ച് വാങ്ങിയിട്ട് ഞാൻ കോസ്റ്റ്ലിയർ എന്ന് പറഞ്ഞിരുന്ന കോസ്റ്റ്ലിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഓറഞ്ചിനെ എനിക്ക് കൂടുതൽ വാങ്ങാം. കണ്ട, ഇപ്പോൾ IC1നെ പുതിയ ബഡ്ജറ്റ് ലൈൻ ടാൻജൻ ചെയ്യുന്നത് ദേ ഈ പോയിന്റിലാണ്. അപ്പോൾ പുതിയ ഇക്വിലിബ്രിയം ഉണ്ടായി, പോയിന്റ് E2 ഉണ്ടായി. ആ E2നെ നേരെ നോക്കി നോക്കൂ, ദേ Q2 മുന്നുണ്ടായിരുന്ന Q2ലേക്ക് എത്തിയിട്ടാ. Q2 അതായത് മുന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആപ്പിൾ എനിക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ആപ്പിൾ വേണമെങ്കിൽ കൂടുതൽ വാങ്ങും ചെയ്യാം. എൻ്റെ ബഡ്ജറ്റ് മുന്നുണ്ടായിരുന്ന 500 അല്ല ബഡ്ജറ്റ്. മുന്നുണ്ടായിരുന്ന ബഡ്ജറ്റ് അല്ല, A1C1 ആണ്. A1C1ലേക്ക് എൻ്റെ ബഡ്ജറ്റ് ലൈന് താഴെ ഇറങ്ങും ചെയ്തു. മുന്നുണ്ടായിരുന്ന IC1 എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ പോവാണ്. IC1 എന്ന് പറയുന്ന എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി എനിക്ക് X വാങ്ങാൻ പറ്റുന്നുണ്ട്. കണ്ടോ, മുന്നുണ്ടായിരുന്നത് എത്ര ഉണ്ടായിരുന്നുള്ളൂ? Q ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ Q2 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റി. ഇവിടെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഒരു കാര്യം കൂടി ഞാൻ വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അവിടെ നോക്കി നോക്കൂ. ഇതിന് നേരെ OY ഓറഞ്ചിനെ എനിക്ക് എന്ത് ചെയ്യാം? കുറച്ച് മേടിക്കാം, Y1 ആക്കാം. ഓറഞ്ചിനെ എനിക്ക് കുറച്ച് വാങ്ങാം, കൂടുതൽ ക്വാണ്ടിറ്റി എനിക്ക് ആപ്പിളിന് ഉപയോഗിക്കും ചെയ്യാം. ഞാൻ എന്താണ് പണ്ടത്തെ അതുപോലെ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് IC1 ആണ്. ഈ ഇഫക്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്ത് ഇഫക്റ്റാണ്? പ്രൈസ് കുറഞ്ഞത് കൊണ്ട് കോസ്റ്റ്ലിയർ എന്ന് വിചാരിച്ചിരുന്ന കമ്മോഡിറ്റി X നോർമൽ ഗുഡാണ്, ബട്ട് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ആപ്പിൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രൈസ് കുറഞ്ഞത് കൊണ്ട് കൂടുതൽ വാങ്ങാനും പറ്റി. ചീപ്പർ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഓറഞ്ച് എനിക്ക് അത്ര വേണ്ട. എത്ര കാലമായിട്ട് 6 kg ഓറഞ്ച് വാങ്ങി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓറഞ്ച് കുറച്ചാലും ഓറഞ്ചിൻ്റെ ഡിമാൻഡ് ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? ചീപ്പർ എന്ന് പറഞ്ഞിരുന്ന ഓറഞ്ചിൻ്റെ ഞാൻ കുറച്ച് മേടിച്ചു, കോസ്റ്റ്ലിയർ എന്ന് പറയുന്ന എൻ്റെ ഏത് കൂടുതൽ മേടിച്ചു? ആപ്പിൾ കൂടുതലും വാങ്ങി. ഈ Qവിൽ നിന്നും Q2ലേക്കുള്ള ഈ ചേഞ്ച് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ചേഞ്ച്, അതായത് ഈ ഒരു ചേഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചതാണ്. ഇയിൽ നിന്നും E2ലേക്കുള്ള ഈ ചേഞ്ച് എന്ത് സംഭവിച്ചിട്ടുള്ള? ബിക്കോസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. എന്താ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ചീപ്പർ ഗുഡ് ആയിട്ടുള്ള ഓറഞ്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് മേടിച്ചു? കോസ്റ്റ്ലിയർ ഗുഡ്സ് ആയിട്ടുള്ള ആപ്പിൾ കൂടുതൽ വാങ്ങി. പണ്ടത്തെ അതേ സാറ്റിസ്ഫാക്ഷൻ, എന്നാൽ പണ്ടത്തെ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ കോസ്റ്റും അല്ലേ? പണ്ടത്തെ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ കോസ്റ്റേ ഉള്ളൂ. ഏതാണ് കോസ്റ്റ്? പണ്ടത്തെ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ. ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റ് ലൈൻ ഏതാണ്? A1C1 ആണ്. അപ്പോൾ Qവിൽ നിന്നും Q2ലേക്കുള്ള ഈ ഒരു ചേഞ്ച് ബിക്കോസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഞാനിതിവിടെ കാണിച്ചിട്ടുണ്ട്. Qവിൽ നിന്നും Q2ലേക്കുള്ള ഈ ചേഞ്ച് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. അതേപോലെ ഇയിൽ നിന്നും E2ലേക്കുള്ള ഈ ചേഞ്ച് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എപ്പോഴാണ് ഉണ്ടായത്? പ്രൈസ് ഇഫക്റ്റ് കൊണ്ടല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഉണ്ടായത്. ഓക്കെ, ഇനി വേറൊരു വണ്ടർഫുൾ സാധനം പറയാൻ പോകുന്നു. ഇവിടെ ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് AB എന്ന ബഡ്ജറ്റ് ലൈൻ ആയിരുന്നു. അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് AC ആക്കി. എന്നാൽ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ എൻ്റെ ഇൻകം എനിക്ക് സേവ്ഡ് ഇൻകമായിട്ട് ഉപയോഗിക്കാം അല്ലേ? അപ്പം ഞാൻ ബഡ്ജറ്റ് ലൈനിനെ താഴ്ത്തി വരച്ചു. A1ൽ നിന്നും
C1ലേക്ക് താഴ്ത്തി വരച്ചു. അതാണ് എന്തെന്ത് ഇൻകം കുറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് റിയൽ ഇൻകം കൂടി. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചെലവ് എനിക്കില്ല, അതുകൊണ്ട് ബഡ്ജറ്റ് ലൈനിനെ താഴ്ത്തി വരച്ചു അല്ലേ. അപ്പോഴെന്താ സംഭവിച്ചത്? മുന്നേ ഉണ്ടായിരുന്ന E1ൽ നിന്നും ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആയ E2ലേക്ക് ഈ ഒരു ചേഞ്ച് ഉണ്ടായി അല്ലേ. പണ്ടത്തെ ബഡ്ജറ്റ് ലൈനിൽ നിന്നും ഇപ്പത്തെ ബഡ്ജറ്റ് ലൈനിലേക്ക് 2 ബഡ്ജറ്റ് ലൈൻ ഉണ്ടായി. A1 C1ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യുന്നത് ഇൻകം ഇഫക്റ്റ് ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ E1ൽ നിന്നും E2ലേക്കുള്ള ഈ ചേഞ്ച് എന്ത് ചേഞ്ചാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അല്ല. ഇവിടെ ഇയിൽ നിന്നും E2ലേക്ക് ഉണ്ടായിരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്. ദെൻ E2വിൽ നിന്നും E1ലേക്കുള്ളത് എന്ത് ഇഫക്റ്റ് ആണ്? ഇൻകം ഇഫക്റ്റ് ആണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് താഴെ നോക്കി നോക്കൂ. E2 എന്ന് പറയുന്നത് Q2 ആയിരുന്നു. E2 എന്ന ഇക്വിലിബ്രിയം പോയിന്റിലെ എൻ്റെ പ്രോഡക്റ്റ് എക്സ് ആപ്പിൾ എനിക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് കൺസ്യൂം ചെയ്തിരുന്നത്? Q2 ക്വാണ്ടിറ്റി, Q2 ക്വാണ്ടിറ്റിയാണ്. എന്നാൽ മുന്നേ അത് എത്ര ആയിരുന്നു? Q1 ക്വാണ്ടിറ്റി അല്ലേ. എന്നാൽ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുമെങ്കിലും വെറുതെ പ്രൈസ് ചിലവാക്കണ്ട. ഇതിൽ നിന്നും ഇതുവരെയുള്ള ഈ ഒരു ചേഞ്ച് ബിക്കോസ് ഓഫ് എന്ത് ഇഫക്റ്റ് ആണ്? ഇൻകം ഇഫക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഇതിൽ നിന്നും ഇതിലേക്കുള്ള ഇഫക്റ്റ് എന്താണ്? ഇൻകം ഇഫക്റ്റ് ആണ്. ഓക്കെ. അപ്പോഴാണ് ഹിക്സിയൻ വേറൊരു സംഭവം പറഞ്ഞത്. ഇപ്പൊ ഈ വരച്ചിട്ടുള്ള A1 C1 ഇല്ലേ, ഇതിനെയാണ് കോമ്പൻസേറ്റിംഗ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്തിനെ കോമ്പൻസേറ്റ് ചെയ്തു? പ്രൈസ് ഇഫക്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. പ്രൈസ് ഇഫക്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വരച്ച ഈ ഷിഫ്റ്റ് ഉണ്ടായില്ലേ, ഈ ഷിഫ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? A1 C1. ഈ ഷിഫ്റ്റിനാണ് കോമ്പൻസേറ്റിംഗ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ ആദ്യം എനിക്കുണ്ടായിരുന്ന 500 രൂപ എയിൽ നിന്നാണ്, AB ഇതാണ് 500 രൂപയുടെ ബഡ്ജറ്റ് ലൈൻ. ഇത് 400 രൂപയുടെ ബഡ്ജറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ A മുതൽ A1 വരെ അല്ലെങ്കിൽ A മുതൽ A1 വരെയുള്ള ഈ ഒരു ചേഞ്ച് 100 രൂപയുണ്ട്. ഇത് മുതൽ ഇതുവരെയുള്ള ആ ഒരു ലാഭം, പ്രൈസ് ചേഞ്ച് വന്നപ്പോഴുണ്ടായിരുന്ന എൻ്റെ ഈ ലാഭത്തെയാണ് എന്തെന്ന് പറഞ്ഞത്? കോമ്പൻസേഷൻ, കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം. ഇൻകത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? 500 രൂപയിൽ നിന്നും 400 രൂപയിലേക്ക് കുറഞ്ഞു. അപ്പോൾ എൻ്റെ ഇൻകത്തിന് വേരിയേഷൻ ഉണ്ടായി. ഇൻകം എനിക്ക് ശരിക്കും ലാഭമാണ് ഉണ്ടായത്. സാറ്റിസ്ഫാക്ഷൻ ഒട്ടും കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയക്കാണ്, A മുതൽ A1 വരെയുള്ള ഈ ഏരിയക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം എന്ന് പറയുന്നത്. ഈ A1 C1നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്ററി ബഡ്ജറ്റ് ലൈൻ എന്നും പറയുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആസ് പെർ ഹിക്സിയൻ, now the price effect can be decomposed or break up into 2 parts, substitution effect and income effect. രണ്ടും ഉണ്ടായിട്ടുള്ളത് പ്രൈസിന്റെ ചേഞ്ച് കൊണ്ടാണ്. ഇൻകം ഇഫക്റ്റ് ഉണ്ടായപ്പോൾ മണിയിൽ ചേഞ്ച് വന്നപ്പോഴാണ് മണി ഇൻകത്തിന് ഇവിടെ എപ്പോഴാണ് ചേഞ്ച് വന്നത്? നമ്മൾ കോമ്പൻസേറ്ററി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ മാത്രമേ അവിടെ മണി ഇൻകം വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വരച്ചിട്ടുള്ള ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം. ആ ബഡ്ജറ്റ് ലൈനിനെ കോമ്പൻസേറ്റഡ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയും. ഇതൊക്കെ കൂടി വരച്ചാൽ പിക്ചർ ഇങ്ങനെ ഇരിക്കും. കണ്ടോ ഈ പിക്ചർ? ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ച പിക്ചറും ഇപ്പോൾ വരച്ച പിക്ചറും തമ്മിൽ ഇപ്പോൾ കാണാനൊരു സുഖമില്ല. എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ 2-3 തവണ ശ്രദ്ധിച്ചാൽ മതി. സോ ഇതാണ് പ്രൈസ് ഇഫക്റ്റ്. ആദ്യത്തെ ഇയിൽ നിന്നും രണ്ടാമത്തെ E1ലേക്ക് വന്നതാണ് പ്രൈസ് ഇഫക്റ്റ് P. അപ്പോഴുണ്ടാവുന്ന ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയ ഇങ്ങനെ കാണിക്കാം. ഇയിൽ നിന്നും E1ലേക്ക് വന്നിട്ടുള്ള ഈ ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഇഫക്റ്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Qവിൽ നിന്നും Q1ലേക്കുള്ള ഈ ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ഇഫക്റ്റ്. ദെൻ
റൊട്ടേറ്റ് ചെയ്തപ്പോൾ മണി ഇൻകം മാറ്റമില്ല, റിയൽ ഇൻകം വർദ്ധിച്ചു. റിയൽ ഇൻകം വർദ്ധിച്ചപ്പോൾ ഇതേ ഇവിടെ എത്തി. ദെൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻകം വേണ്ട, വെറുതെ അനാവശ്യമായി ചെലവ് ഉണ്ടാക്കണ്ട, നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇൻകത്തെ സേവ് ചെയ്യാം, പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, A1 C1 എന്ന് പറഞ്ഞിട്ട് ഒരു ബഡ്ജറ്റ് ലൈൻ വരച്ചു. ആ ബഡ്ജറ്റ് ലൈൻ വരച്ചപ്പോൾ പഴയ അതേ IC കർവിനെ ടച്ച് ചെയ്തു. പുതിയ E2 എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായി. ആ ഇക്വിലിബ്രിയം പോയിന്റിന്റെ പ്രത്യേകത എന്താണ്, കൂടുതൽ ക്വാണ്ടിറ്റി ആയ കോസ്റ്റ്ലിയർ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആപ്പിളിനെ കൂടുതൽ വാങ്ങാനും പറ്റി. ചീപ്പർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരുന്ന ഓറഞ്ച് കുറച്ചും വാങ്ങി. അങ്ങനെ ഓറഞ്ചിന്റെ കൺസംഷൻ കുറച്ച് ആപ്പിളിന്റെ കൺസംഷൻ കൂട്ടി. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആ ഒരു ഇഫക്റ്റ്, അതാണ് ഇയിൽ നിന്നും E2 വരെയുള്ള ഈ ഒരു ഇഫക്റ്റ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓറഞ്ചിന്റെ സ്ഥാനത്ത് കൂടുതൽ ആപ്പിൾ വാങ്ങി, Qവിൽ നിന്നും Q1ലേക്കുള്ള ഈ ഒരു ഇഫക്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ദെൻ ഉറപ്പായിട്ടും രണ്ട് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേരിയേഷൻ എന്തുകൊണ്ടാണ്, ഇൻകം ഇഫക്റ്റ് കൊണ്ടാണ്. ആദ്യത്തെ ഇതിൽ നിന്നും ഇതിലേക്കുള്ള പുതിയ ബഡ്ജറ്റ് ലൈനും പഴയ ബഡ്ജറ്റ് ലൈനും രണ്ടിലും രണ്ട് ഇൻഡിഫറൻസ് കർവാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോയിന്റ് E1ൽ നിന്നും E2, ഇത് E1ഉം E2, ഇതിന് എന്ത് ഇഫക്റ്റാണ്, ഇൻകം ഇഫക്റ്റ്. അതാണ് ഞാനിവിടെ I1 എന്ന് കാണിച്ചിട്ടുള്ളത്. 1 or 2 തവണ കേൾക്കുക, നോട്ട്സ് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. സാധാരണ ഒരു കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കും. വൺ മോർ തിങ് ഇവിടെ പറയാൻ, ഈ A1 C1 തന്നെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കോമ്പൻസേറ്റഡ് ബഡ്ജറ്റ് ലൈനും. എയിൽ നിന്നും, അതായത് AC 500 രൂപയാണ്, 400 രൂപയാണ് A1. ആ രണ്ട് ബഡ്ജറ്റിൻ്റെ ഇടയിൽ നമ്മൾ സേവ്ഡ് ഇൻകം ഉണ്ടായി 100 രൂപ. ആ സേവ്ഡ് ഇൻകത്തെ കാണിക്കുന്ന ആ ഒരു സ്പേസിനാണ് കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ഇൻ ഇൻകം. ഈ എക്സാമ്പിളിൽ എത്രയാണ്, 100 രൂപ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും കോളേജിൽ. താങ്ക് യു.